അപ്പോൾ ആർസണൽ ഈ കഴിഞ്ഞ 3 കളി നോക്കിയാൽ ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ലിവർപൂളിനോടാണ് ഒരു 0-0 ഡ്രോ ആവുന്നത്. പിന്നെ അതിനുശേഷം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോടും 0-0 ഡ്രോ ആയി. അപ്പോൾ അത് ഒരു ടൈറ്റിൽ അടിക്കാൻ പോകുന്ന ഒരു ടീമിൻ്റെ കോൺഫിഡൻസിനൊരു, പക്ഷേ ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല കളി കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ EPL കൂടുതൽ ടീമുകൾ അവരുടെ ആ ഒരു ഗെയിം റീഡ് ചെയ്ത് തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ആർസണൽ നോക്കിയാൽ ഇപ്പോൾ ഈ ഓപ്പൺ പ്ലേ ഗോളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ EPL 3 കളിയിൽ ഒരേ ഒരു ഓപ്പൺ ഗോൾ കളി വന്നത് ഈ ഓൺ ഗോളാണ്, ഈ ലിസാൻഡ്രോ മാർട്ടിൻ. ഇപ്പം നമ്മൾ ഇന്നലെ കളി നോക്കിയാലും ആർസണലിൻ്റെ ചാൻസുകളെല്ലാം സെറ്റ് പീസുകളിൽ നിന്നാണ് വരുന്നത്. അതും ഒരു അറ്റാക്കിങ് നോക്കുകയാണെങ്കിൽ സാക്ക എന്ന് പറഞ്ഞ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ കളി. ലെഫ്റ്റ് വിങ് വളരെ ഡെഡായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ ആർസണലിൻ്റെ കളിയുടെ ഒരു ഫ്ലോൻ്റെ കാര്യത്തിൽ ഫാൻസിന് വരെ ഒരു ചെറിയ സംശയമുണ്ട്. പക്ഷേ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ സെറ്റ് പീസുകൾ വിൻ ചെയ്യുന്നു, സെറ്റ് പീസുകൾ ഗോൾ അടിക്കുന്നു. അപ്പോൾ ഇന്നലെ ഇത്രയൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഷ്ടപ്പെട്ട് ഡിഫെൻഡ് ചെയ്തിട്ടും ഒരു സെറ്റ് പീസ് ഗോള്, അവരുടെ സെറ്റ് പീസ് ഒരു എന്താ പറയുക, ഒരു 8-10 പ്ലേയേഴ്സ് ഒരുമിച്ച് ഒരു പ്രസ്സിങ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ബാക്കി പ്ലേയേഴ്സിന് ഒരു ചാൻസ് ഗോളിനെ അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. വളരെ സ്മാർട്ടായിട്ട് ഗോളിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഡിഫൻഡർമാരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം, അതിപ്പം എനിക്ക് തോന്നി വാറിലൊക്കെ പോകുമ്പോൾ പോലും ഇത് എന്താണ് എന്നുള്ളത്, ഫൗൾ കൊടുക്കണോ വേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് അവരുടെ ബ്ലോക്കിങ്. പക്ഷെ ഇത് വെച്ച് മാത്രം മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.